എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്രഷ് കട്ടറിൻ്റെ കാർബറേറ്റർ ക്ലീനിങ്ങും അതുപോലെ ട്യൂണിങ്ങും മറ്റു കാര്യങ്ങളാണ്. സാധാരണ നിലവിൽ നമ്മൾ ബ്രഷ് കട്ടറിന് എന്താ പറയുക മിസ്സിങ് കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ അതിന് എന്താ പറയുക മെയിനായിട്ട് കാർബറേറ്റർ അല്ലെങ്കിൽ പ്ലഗ് കാര്യങ്ങളൊക്കെയാണ് കംപ്ലൈൻറ്റ് വരാറ്. അപ്പോൾ അതിനെ നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണണം എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഈ വീഡിയോ ഇതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ ഈ വീഡിയോ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കുള്ള സംശയങ്ങളും കാര്യങ്ങളൊക്കെ എന്നെ വിളിക്കാവുന്നതാണ്. ഈ താഴെ കാണുന്ന നമ്പറിൽ എന്നെ വിളിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ മുഴുവനായിട്ട് കാണാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ. പിന്നെ നമ്മളെ ബ്രഷ് കട്ടറിൻ്റെ കാർപ്പറേറ്റർ അയക്കാൻ പോകണം. അപ്പോൾ നമ്മുടെ റോവർ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ബ്രഷ് കട്ടർ കഴിഞ്ഞ് നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു കമ്പനിയുടെ കാർപ്പറേറ്ററാണ് ഇപ്പോൾ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ 4 സ്റ്റോക്ക് ബ്രഷ് കട്ടറിൻ്റെ കാർപ്പറേറ്റർ നമ്മൾ അഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് നിങ്ങൾക്ക് തുറന്ന് അഴിച്ച് ഞാൻ ക്ലീൻ ചെയ്ത് കാണിച്ചു തരാം. ഇതിന് 2-3 ദിവസമായിട്ട് ചെറിയ മിസ്സിങ് പരിപാടിയൊക്കെ. അപ്പോൾ പ്ലഗൊക്കെ മാറി നോക്കിയിട്ടും അത് ക്ലിയർ ആവണില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇനിയിപ്പോൾ അഴിക്കാം. അതിന് വേണ്ടുന്ന സംബന്ധം 5 mm ഇതേപോലത്തെ അല്ലെങ്കിലും കുഴപ്പമില്ല, ചെറുതായാലും കുഴപ്പമില്ല കേട്ടോ. അത് അഴിക്കാനായിട്ട് എളുപ്പമാണ്. ഇങ്ങനത്തെയൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് അഴിക്കാൻ എളുപ്പമാണ്. അപ്പോൾ ഇനി ആദ്യമായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫിൽറ്റർ ഉണ്ട്, എയർ ഫിൽറ്റർ. ഇതിനെ അങ്ങോട്ട് പതുക്കെ നമ്മളിങ്ങോട്ട് പിടിച്ചെടുത്തിട്ട് എയർ ഫിൽറ്ററിനെ പതുക്കെ അങ്ങോട്ട് മാറ്റിയെടുത്താൽ അപ്പോൾ 2 ബോൾട്ട് കാണും. അപ്പോൾ അതിനെ നമ്മളിത് അഴിച്ച് ഇങ്ങനെ വെച്ച് ഉപയോഗിച്ച് ഇത് അഴിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് ഒരെണ്ണം അഴിഞ്ഞ് പോകുന്നു. അതേപോലെ തന്നെ അടുത്തതും അങ്ങനെ തന്നെയുള്ള സംഗതിയാണ്. പിന്നെ പതുക്കനെ നമ്മൾ അഴിച്ചെടുക്കണം. ഇങ്ങനെ സംഗതി പതുക്കണത്. ഇതിൻ്റെ അടിയിലാണെങ്കിലേ പമ്പി എന്ന സംഭവം ഇതിന് സെപ്പറേറ്റ് ആണ്. അതായത് കാർബറിൻ്റെ അടിയിലൊരു പമ്പി എന്നൊരു ഭാഗമുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗം ഇതിന് സെപ്പറേറ്റ് ആണ്, ഈ ഭാഗത്തായിട്ടാണ് വരുന്നത്. ബാക്കിയുള്ള കാർബറേറ്ററിനൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അടിവശത്താണ്. അതായത് ഇതേണ്ട ഇതേ ടൈപ്പാണ് സംഭവം. പക്ഷേ ഇതിന് ചെറിയൊരു ഈ ഒരു ഭാഗം ഒരു ക്ലോസ് ചെയ്ത് കളഞ്ഞിട്ട് പമ്പിങ് യൂണിറ്റ് വേറെ വെച്ചേക്കാണ്. അപ്പോൾ നമുക്കെന്തായാലും നമുക്കതിനെ വേറെ പഠിച്ചെടുക്കാം. ഇത് നമ്മൾ അഴിച്ചു മാറ്റിയതിന് ശേഷം ഇതിന് പെട്രോളിൻ്റെ ഹോസൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ നമ്മൾ വിടിച്ചെടുക്കുകയാണ് ചെയ്യണത്. അതിപ്പോൾ ഈ ഒരു ഹോസ് വിടിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. ഇത് ഒരു സ്പ്രിങ് ടൈപ്പ് സംഭവമാണ്. അതായത് വളയുമ്പോൾ ഒടിയാതിരിക്കാൻ ഇതിൻ്റെ ഉള്ളിൽ സ്പ്രിങ് ഉണ്ട്. ഈ കറുത്ത ഭാഗമാണ് സ്പ്രിങ് ആണ് കേട്ടോ. അതെല്ലാ ടൈപ്പ് ബ്രഷ് കട്ടറിൽ ഉണ്ടാവില്ല, ചില ബ്രഷ് കട്ടറിൽ മാത്രമേ അത് അങ്ങനത്തെ സെറ്റപ്പ് ഉണ്ടാവുള്ളൂ കേട്ടോ. അതിനുശേഷം നമ്മളത് ഇതിനെ ഇവിടെ നിന്നത് ഇതിങ്ങനെ ഈ ആക്സിലേറ്ററിൻ്റെ ഇത് കേബിൾ പതുക്കെ ഇതിന് പിടിച്ചെടുക്കുക. ഇതിന് ചെറിയൊരു എന്താ പറയുക വ്യത്യസ്തമായിട്ടുള്ളൊരു സംഗതിയാണ് ഇതിൻ്റെ. വേണ്ട, ഇതാണ് സംഗതി കാർബറേറ്റർ. അപ്പോൾ അതിനുശേഷം ഇനി അടുത്തതായിട്ടുള്ള പരിപാടി നമ്മൾ ചെറിയ ബ്രഷ് ഉപയോഗിച്ചിട്ട് പതുക്കനെ ഒന്ന് പൊടിയൊക്കെ തട്ടിക്കളയാം. ഇത് അഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലത്തെ ഇങ്ങനെ സംഗതികളുണ്ടാവും. കാർബറേറ്ററിൻ്റെ സീല് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതൊക്കെ ഒന്ന് ആദ്യം തന്നെ നമ്മൾ ഒന്ന് ഇങ്ങനെ ബ്രഷ് ഉപയോഗിച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക. ഇതിലുള്ള പൊടിയും കാര്യങ്ങളൊക്കെ പുറത്തുള്ളതൊക്കെ അങ്ങോട്ട് പോയി കിട്ടും. പിന്നെ ഇനി ഉണ്ടാവുന്നത് ഉള്ളിലായിരിക്കുള്ളൂ. ഉള്ളിൽ ആണ് അതിൻ്റെ, അതായത് ഇതേപോലെ തന്നെ സെയിം സംഭവമാണ്. വേണ്ട, ഇതിനിവിടെ ബൾബ് വരും, മറ്റേതിൻ്റെ പുറത്താണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഭാഗം ഇത് ക്ലോസ് ചെയ്ത് കളഞ്ഞേക്കാണ് ഈ കാർബറേറ്ററിൻ്റെ. ഇതിൽ നിന്നൊരു വേറെ എക്സ്റ്റൻഷൻ വേറെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഈ 2 എക്സ്റ്റൻഷൻ ഇവിടെയാണ്. നമുക്ക് ഈ സാധനം അഴിക്കുമ്പോൾ ഈ 4 സ്ക്രൂ ഉണ്ട് ഇതിൻ്റെ. അതിനെ നമുക്ക് ആദ്യം തന്നെ അഴിച്ചെടുക്കാം. അതാകുമ്പോൾ വലിയൊരു സ്ക്രൂ ഡ്രൈവർ തന്നെ അഴിക്കുക, അല്ലെങ്കിൽ നമുക്ക് അതിനൊരു ഇത് കിട്ടില്ല. അതിന് ശേഷം നമ്മൾ ചെറിയൊരു ഇതേപോലത്തെ ചെറിയ സ്ക്രൂ ഡ്രൈവർ ഇട്ടിട്ട് ഇങ്ങനെ, അതായത് വണ്ണം കുറേ സ്ക്രൂ ഡ്രൈവർ ഇട്ടിട്ട് അഴിച്ചിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ഇപ്പോൾ ഇതണ്ട ഒരു ബോൾട്ട് പോകുന്നു, അടുത്ത ബോൾട്ടല്ല സ്ക്രൂ കൂട്ടാ. എനിക്ക് ഈ ബോൾട്ടും സ്ക്രൂ അങ്ങോട്ട് ഇങ്ങോട്ട് മാറിപ്പോവും. പറയുമ്പോൾ വർക്ക് ചെയ്ത കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ മാറില്ല. ഇങ്ങനെ അഴിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ചെറിയ ചെറിയ വാഷും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ അടിയിലത് ഒരു മറ്റേ എയർ വരുന്ന ഹോളാണ് ഈ കാണുന്നത്. ഒന്ന് അതുപോലെ രണ്ടാമത്തെ പാട്ട് പതുക്കനെ എടുക്കണം. കാര്യം അതിൻ്റെ ഉള്ളിൽ ചെറിയ സ്പ്രിങ്, അതായത് 4 സ്റ്റോക്ക് ബ്രഷ് കട്ടറിനകത്ത് സ്പ്രിങ് കാര്യങ്ങളുണ്ടാവും. ഇതാണ് അടുത്തൊരു പാട്ട് വരുന്നത്. പിന്നെ ഇതൊരു പീസ്, ഇതിൽ ഒരു സീലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെ നമ്മളിനി ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്രോൾ ഒഴിച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്യും.
ജസ്റ്റ്. ബാക്കി പിന്നെ വേറെ ഒന്നും വലിയ കാര്യമായിട്ട് വരില്ല. അതിൻ്റെ ഉള്ളൊരു ചെറിയൊരു ഇതുണ്ട് കേട്ടോ, നമ്മുടെ ഈ ഒരു ഭാഗത്തിനുള്ളിൽ ചെറിയൊരു ഫിൽറ്റർ ഉണ്ട്. ഇതിപ്പോൾ ഞാൻ എടുത്ത് കാണിച്ചു തരാം. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ചില ആക്സിഡൻറ്റ് ഈ നമ്മൾ ഈ കാർബേറ്ററിന് ടൈറ്റ് വരുമ്പോൾ ഈ ഒരു സംഭവം നമ്മൾ മുകളിൽ വെച്ച് അഴിക്കുക. ഈ ഭാഗം അഴിച്ചിട്ടുണ്ടെങ്കിൽ അതുള്ളിൽ നമ്മളെ എയർ ഫിൽറ്ററൊക്കെ ക്ലീൻ ചെയ്യാതായി കഴിയുമ്പോൾ ഇതിലേക്കൂടെയൊക്കെ പൊടി കയറും. ഇതിപ്പോൾ 2 സ്ട്രോക്കിൻ്റെയാണ്. 2 സ്ട്രോക്കിൻ്റെ ഈ ഒരു ഭാഗം ഇത് വട്ടം കൂടുതലായിരിക്കും. 4 സ്ട്രോക്കിൻ്റെ ആകുമ്പോൾ വളരെ വട്ടം കുറവായിരിക്കുള്ളൂ. കണ്ട ബാക്ക് സൈഡ് ഇതിൻ്റെ നോക്കി കണ്ട നല്ല രീതിയിൽ ഹോൾ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇതിന് നമ്മളിത് അഴിക്കുമ്പോഴേ ഇതിൻ്റെ ഈ ഒരു ഗ്യാസ്കറ്റ് ഉണ്ട്, അതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് ആദ്യം തന്നെ നമ്മളിത് ഇതിനങ്ങനെ അഴിക്കുക. ഇതിപ്പോൾ നമ്മളെല്ലാ കാർപ്പറ്റും ക്ലീൻ ചെയ്യുമ്പോൾ ഇങ്ങനെ മൊത്തത്തിൽ അഴിക്കണം, മുകളിൽ വെച്ചൊന്നും അഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ അഴിച്ചാൽ നല്ലതാണ്. പിന്നെ ഇതിന് നമ്മൾ ട്യൂണിങ് വരുന്നത് അത് നമ്മുടെ ഈ ഭാഗത്താണ് ട്യൂണിങ്ങിൻ്റെ സ്ക്രൂ വരുന്നത്. നമ്മുടെ ഹസ്കോണയിലും ഇതിലൊക്കെ വരുന്നത് ഇതേ ടൈപ്പാണ്. കുറച്ചുകൂടി പുറത്തേക്ക് തള്ളി. ഇപ്പോൾ ഈ 143 ആറിലൊക്കെ 236 ആറിലൊക്കെ ഇതേപോലെ പുറത്തേക്ക് സ്പ്രിങ്ങുള്ള ടൈപ്പായിട്ട് കാണാൻ പറ്റും. ഇത് വന്നിട്ട് ഇതിൻ്റെ ഐഡിലിങ്, അതായത് സ്ലോ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുന്ന സ്ക്രൂ ആണത്. ഇതിനെ അഴിച്ചിട്ട് പതുക്കെ നമുക്ക് പുറത്തേക്ക് ഇങ്ങനെ എടുക്കാം. മുഴുവനായിട്ട് പോന്നിട്ടില്ല. പിന്നെ മുകൾ വശത്തിൻ്റെ ആ ഒരു 2 സ്ക്രൂ അഴിച്ചെടുത്തിട്ടത് ഈ ഭാഗം അങ്ങോട്ട് മാറാൻ പാടില്ല കേട്ടോ. ഇതിനങ്ങോട്ട് പതുക്കെ അങ്ങോട്ട് പൊക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് സാധാരണ നിലവിൽ കുറച്ചും കൂടി കൂടി കഴിയുമ്പോൾ ചെളി കാര്യങ്ങൾ മണ്ണൊക്കെ ഉണ്ടാവും ഇതിനകത്ത്. പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ ഈ പുറത്ത് കാണുന്ന ഈ ഒരു ഭാഗത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനെ നമുക്ക് എന്തായാലും ഇനിയിപ്പോൾ പെട്രോളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. പിന്നെ സെപ്പറേഷനാക്കി ഇങ്ങനെ വയ്ക്കാം. അതിന് ശേഷം ഇനി ഇതിനകത്ത് ഒരു ചെറിയൊരു സംഗതി കണ്ട, ഇതൊരു ഫിൽറ്ററാണ്. ശരിക്കും പറഞ്ഞാൽ സൂചി ഇട്ടിട്ടാണ് എടുക്കേണ്ടത്. കണ്ട ചെറിയ അടവും കാര്യങ്ങളൊക്കെ നോക്കി അതിനകത്ത് കണ്ട ചെറിയൊരു പൊടി കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിങ്ങനെ കൈമ പൊടി തുടച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ അതിൽ പോയി കിട്ടും. ഇതിനകത്തൊക്കെ ചെറിയ രീതിയിൽ പൊടിയും മണ്ണൊക്കെ ഉണ്ട്. അതെത്ര നമ്മൾ നല്ല ഫിൽറ്ററാണെങ്കിലും കൂടി ഇതിനകത്തേക്ക് ഈ പെട്രോളുള്ള കാരണം കയറും. അപ്പോൾ ഇത്ര ഉള്ള സംഗതി. ഇതിൻ്റെ ഈ ക്ലീൻ ചെയ്യണ ഭാഗങ്ങൾ ഇതിനകത്തൊക്കെ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ അടുത്തതായിട്ട് ഇതിനൊക്കെ മൊത്തത്തിൽ നമുക്ക് ഇന്ന് പെട്രോളൊന്ന് വാഷ് ചെയ്തെടുക്കണം. ഇപ്പോൾ നിലവിൽ നമ്മുടെ പെട്രോൾ എടുത്ത് വാഷ് ചെയ്യേണ്ടത് നമ്മുടെ പാത്രമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെറുതെ പെട്രോൾ ഇപ്പോൾ വില കൂടുതലാണ്. ഇപ്പോൾ എന്തായാലും ഇങ്ങനെ ഒഴിച്ച് കഴുകി എടുക്കാൻ പോകുന്നത്. അതായത് നമ്മളൊരു പെട്രോളിൽ ഇട്ട് വെച്ചിട്ട് നമ്മൾ ബ്രഷ് ഇട്ട് ഉപയോഗിച്ചിട്ടാണ് കഴുകേണ്ടത്. പക്ഷേ ഇപ്പോൾ അത് ഞാൻ വർക്ക് സൈഡിലായ കാരണം ഈ ഇതില്ല നമ്മുടെ കയ്യിൽ. എന്താ പറയുക, ഒരു പാത്രമൊന്നും നമ്മുടെ കയ്യിലില്ല, ഞാൻ കൊണ്ടുവന്നിട്ടില്ല. ഇത് പെട്ടെന്ന് ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോൾ ചെയ്യാൻ തോന്നി ഇപ്പോൾ ചെയ്യേണ്ടതാണ് ഈ ഒരു വീഡിയോ. നല്ല രീതിയിൽ ക്ലീൻ ചെയ്യുക. ഇനിയിപ്പോൾ മഴക്കാലമൊക്കെ ആയ കാരണം കുറേ കൂടിയും പൊടിയും മണ്ണൊക്കെ ഇനി അല്ല പൊടിയും ചെളിയൊക്കെ കീറിഞ്ഞ് ഇതിനകത്ത്. അടുത്തതായിട്ട് ഈ ഒരു ഭാഗം കുറച്ച് പെട്രോൾ ഒഴിച്ച് നനച്ചിട്ട് ഇനി ബ്രഷ് ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യുക. അതിനുശേഷം നമ്മൾ എയർ അടിച്ച് ഉണക്കണം. പക്ഷെ ഇപ്പോൾ ഇവിടെ ഈ ഒരു പറമ്പിലും ഇതിനുള്ള സംവിധാനമൊന്നുമില്ല. അതിനുശേഷം ഈ അടിഭാഗം അതും നമ്മൾ ക്ലീൻ ചെയ്യുക. അതിനുശേഷം കുറച്ച് നേരം വെച്ചതിന് ശേഷം മാത്രം ഒന്ന് എടുത്ത് തുടച്ചിട്ട് നല്ല തുണിയിലെടുത്ത് തുടച്ചിട്ട് നമ്മൾ ഇത് ചെയ്താൽ മതി. ഏറ്റവും നല്ല വെള്ളത്തുണിയാണ്. വെള്ളത്തുണി ഇല്ല, അതുകൊണ്ടത് സാരിയുടെ പീസാണ്. അതെടുത്തിട്ട് നമ്മൾ ജസ്റ്റ് നന്നായിട്ട് ഈ ഭാഗത്തൊക്കെ വഴുക്കുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒന്ന് പതുക്കനെ എടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ അങ്ങോട്ട് പോയി കിട്ടും. ശരിക്കും പറഞ്ഞാൽ അതിലൊക്കെ എയർ അടിക്കേണ്ട കാര്യമാണ്. പക്ഷേ എയർ അടിക്കാനായിട്ട് ഇപ്പോൾ നമ്മളില്ല മെഷീനോ അല്ലെങ്കിൽ ഒന്നുമില്ല. ബ്ലോവർ ഉണ്ടെങ്കിൽ അതിനകത്തൊക്കെ എയർ അടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ അതിലുള്ള എയറും കൺമണ്ണും പൊടിയൊക്കെ പോയി കിട്ടും. ഇനി നമുക്കിതിനെ ഓരോന്നിനകത്ത് നമുക്ക് സെറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഭാഗങ്ങൾ അങ്ങനെയുള്ള വശങ്ങൾ മാറിപ്പോരുത്. ഇതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് ഇറക്കി വയ്ക്കുക. അപ്പോൾ ഇതിലൊരു ഗാഡി ലോക്ക് പോലെ ഉണ്ടാവും.
ചില ബ്രഷ് കട്ടറിൻ്റെ കാർബറേറ്ററിനകത്ത് അത് ഉണ്ടാവില്ല. അതിന് ശേഷം ഈ സ്ക്രൂകൾ മുകളിലേക്ക് വയ്ക്കുക. സ്ക്രൂ ഒന്ന് പതുക്കെ മുറുക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ സ്ക്രൂ ഇട്ടിട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഭയങ്കര ഫ്രീ ആയി. ഇത്രയും ഒരു ചെറിയൊരു ടൈറ്റ് ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ പോയി കിട്ടി, വളരെ സ്മൂത്തായിട്ടുണ്ട്. അതിന് ശേഷം വെക്കേണ്ട ഭാഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ ഒരു ഗ്യാസ്കറ്റ് പോലെ സംഭവമുണ്ട്. അതിനങ്ങ് വെച്ച് കൊടുക്കുക. അത് വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മെയിനായിട്ട് ഘടകമുണ്ടായിരുന്നു കേട്ടോ, അത് ഞാൻ പറയാൻ പറഞ്ഞത്. ഇപ്പോൾ ഈ ഒരു സംഭവമില്ലേ, ഇത് നമ്മൾ പെട്രോളൊക്കെ കഴുകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനത് ഈ വശം മാറാതെ തന്നെ ഇതിനകത്തേക്ക് പതുക്കനെ ഈ ലെവലിൽ അങ്ങോട്ട് വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഫിൽറ്റർ അതിനകത്ത് കയറിയിരുന്നു. ഇതിനത് വശം മാറരുത് കേട്ടോ. ഇതിങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് അതിനുശേഷം ഈ അടിയിൽ വരുന്ന ഈ ഒരു ഭാഗം ഹോളുള്ളൊരു വശമുണ്ട്, അത് ശരിക്കും ഇവിടേക്കാണ് വരിക. വീണ്ടും നമ്മൾ 4 ആ സ്ക്രൂ ഇടുക, ടൈറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളിത് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്ലീനിങ് പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമ്മളത് ഇത്തിരി സ്ലോ സ്പീഡ് കൂട്ടി വയ്ക്കുക. അതിനുശേഷം വേണം അതിനകത്തേക്ക് നമ്മുടെ എൻജിനിലേക്ക് ഇത് ഫിറ്റ് ചെയ്യണമെങ്കിൽ. ഇതിൻ്റെ പരിപാടി കഴിഞ്ഞു. നമ്മുടെ 4 സ്ട്രോക്ക് ബ്രഷ് കട്ടറിൻ്റെ കാർബറേറ്ററാണ്. അത് 4 സ്ട്രോക്കിന് തന്നെ 2-3 ടൈപ്പ് വരുന്നുണ്ട്, ചെറിയ ടൈപ്പ് വരുന്നുണ്ട്. ഇത് വാൽബ്രോയുടെ ഇത് ഭയങ്കര മൈലേജൊക്കെ പറഞ്ഞിട്ട് ഇറക്കിക്കുന്ന കാർബറേറ്ററാണ്. 5 മണിക്കൂർ 6 മണിക്കൂറൊക്കെ കിട്ടുന്നുണ്ട് 1 ലിറ്റർ പെട്രോളിൽ 4 സ്ട്രോക്ക് ബ്രഷ് കട്ടറിന്. അതുപോലെ തന്നെ 2 സ്ട്രോക്കിലും വാൽബ്രോയുടെ കാർബറേറ്റർ വരുന്നുണ്ട് കേട്ടോ. അതിന് നിലവിൽ സാധാരണ ബ്രഷ് കട്ടറിൻ്റെ കിട്ടുന്ന മൈലേജിനേക്കാളും കൂടുതൽ ഒരു 1/2-3 മണിക്കൂറോളം കൂടുതൽ കിട്ടും മൈലേജ്. അപ്പോൾ ഇത് ഞാൻ അയച്ചു വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്നും കൂടി ഒന്ന് കാണിച്ചു തരാം. നമുക്ക് ഇനി ആ ഒരു സംശയം വേണ്ട. ഇപ്പോൾ ഈ 2 സ്ട്രോക്ക് ബ്രഷ് കട്ടറിനേക്കാളും വ്യത്യസ്തമായിട്ടുള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ നേരത്തെ ഒരു കാർബറേറ്റർ കാണിച്ചതില്ലേ, അതിൻ്റെ സെയിം, അത് 2 സ്ട്രോക്കിൻ്റെ സെയിം ഇതേപോലെ തന്നെ ഇരിക്കുക. മറ്റേതിൻ്റെ അടിയിൽ ഇങ്ങനെ സംഭവം ഉണ്ടായിരുന്നില്ല, ആ ഒരു വ്യത്യാസം ഉണ്ട് കേട്ടോ. അതിന് ബാക്ക് അടിവശം ഫുള്ള് പാക്ക് ചെയ്തേക്കായിരുന്നല്ലോ, അത് ഇതിൻ്റെ ഇവിടെ വെച്ചിട്ട് സീൽ ചെയ്തേക്കായിരുന്നു. ഇതിങ്ങനെ സംഭവം വേറെ വരും. ഇനി അടുത്തൊരു വാങ്ങുന്നത് ഇതാണ്. ചിലപ്പോൾ കിട്ടാൻ ഇത്തിരി കുറേ നാളായിട്ട് ഉപയോഗിക്കാണ്ടിരിക്കുന്ന കാർബറേറ്ററാണ്. അപ്പോൾ നിങ്ങളെ കാണിക്കാൻ അതിൻ്റെ കുറച്ച് ദിവസം എടുത്ത് വെച്ചിട്ട് വീഡിയോ ചെയ്യുമ്പോൾ ചെയ്യാൻ പറ്റും. അതെ, ഇതിനകത്ത് വ്യത്യാസം വരുന്നത് ഒരു സ്പ്രിങ് ഉണ്ട് ഇതിനകത്ത്. ഈ സ്പ്രിങ്ങൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ വർക്കിംഗ് ആവില്ല. ഇതിപ്പോൾ കംപ്ലൈൻ്റ് ആയ സാധനം നിങ്ങൾ ജസ്റ്റ് ഒന്ന് അഴിച്ച് കാണിച്ചു തരുന്നു ഉള്ളൊരു ഇതിന് വേണ്ടിയിട്ട് ഞാനൊന്ന് അഴിക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഇതേപോലെ സീലുകളൊക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, കാര്യം പൊട്ടി ഇതായിട്ട് പോവും. പിന്നെ അതേപോലെ തന്നെ ഇതിനകത്ത് ഒരു ചെറിയൊരു ഫിൽറ്റർ ഉണ്ട്, പക്ഷേ അതിനകത്ത് നിറയെ അഴുക്കാണ്. ഇതേപോലെ അഴുക്കുകളിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ സാധനം വേഗം അങ്ങോട്ട് ചിലപ്പോൾ ഇത് അടഞ്ഞിരിക്കുന്നതാണ്. ചില സമയത്ത് നമ്മൾ അഴിച്ചെടുക്കുന്ന സമയത്ത് ഫുള്ളായിട്ട് അടഞ്ഞിരിക്കണം. അപ്പോൾ അടയുമ്പോൾ എന്ന് വെച്ചാൽ ഇത് പമ്പ് ചെയ്താൽ ചിലപ്പോൾ പെട്രോൾ കയറി ഇറങ്ങില്ല. അടിയിൽ നമ്മൾ ഈ പമ്പ് ചെയ്യുന്ന ഭാഗം ഉണ്ടല്ലോ, ഈ വശം നമ്മൾ ഇങ്ങനെ പമ്പ് ചെയ്യുമ്പോൾ ചിലപ്പോൾ പെട്രോൾ ലോഡാവില്ല. അപ്പോൾ ഇതിനകത്ത് ഫുൾ അഴുക്കുണ്ടെങ്കിൽ ചില നേരങ്ങളിൽ അത് പെട്രോൾ കിട്ടില്ല. അപ്പോൾ ഇതാണ് ഈ ഒരു 4 സ്ട്രോക്കിൻ്റെ ബ്രഷ് കട്ടറിൻ്റെ ഉൾവശം. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്പ്രിങ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് അതാണ്. പിന്നെ അതിൻ്റെ മുകളിൽ വരുന്ന ആ ഒരു സീല്, പിന്നെ അതുപോലെ തന്നെ വശം മാറാതെ തന്നെ അത് ഫിറ്റ് ചെയ്യണം കേട്ടോ. വശം മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്. പിന്നെ 4 സ്ട്രോക്കിൻ്റെ കാർബറേറ്റർ ക്ലീൻ ചെയ്താലൊക്കെ വളരെ ചുരുക്കം ആണ് നല്ല രീതിയിൽ സെറ്റായി കിട്ടുക. അത് ചിലപ്പോൾ നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. ഇതിലിപ്പോൾ വേറെ സ്ക്രൂ കാര്യങ്ങളൊന്നും അങ്ങനെ വരട്ടില്ല. ഇപ്പോൾ ഈ ഒരു എന്താ പറയുക, ഇതിന് അങ്ങനത്തെ സംഗതികളൊന്നും കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഒരു സെറ്റിങ്ങും കാര്യങ്ങളാണ്, കമ്പനി സെറ്റിങ്ങാണ് എന്നാണ് എനിക്ക് കൂടുതലായിട്ട് അറിയുള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളെ വേറൊരു കാര്യം ഞാൻ മറന്നുപോയി, പുറത്താനും പറഞ്ഞ നേരത്ത് ഇതിനകത്ത് വയ്ക്കുന്നൊരു ഫിൽറ്റർ ഉണ്ടല്ലോ, അത് വയ്ക്കാൻ മറന്നുപോയി. ഫിൽറ്റർ വയ്ക്കാൻ മറന്നുപോയി കുഴപ്പമൊന്നുമില്ല, വർക്ക് ചെയ്യും മെഷീൻ, പക്ഷേ കരട് കൂടുതലായിട്ട് കയറും. അപ്പോൾ ഇതിങ്ങനെ വയ്ക്കുക. ഇത് 4 സ്ക്രൂ വാങ്ങും കേട്ടോ. അപ്പോൾ എത്രയുള്ള സംഭവം 4 സ്ട്രോക്ക് ബ്രഷ് കട്ടർ അല്ലേ കാർബറേറ്റർ. അപ്പോൾ അത് 4 സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിനും അങ്ങനെ തന്നെയാണ് കേട്ടോ. നമ്മുടെ ടൈറ്റ് വരുമ്പോൾ ഈ ഒരു സാധനം ഊരിട്ട് വീണ്ടും പുറത്തേക്ക് എടുത്തിട്ട്
ഉള്ളിൽ കുറച്ച് ഗ്രീസ് എന്തെങ്കിലും ഇട്ടിട്ട് രണ്ടാമത് ആ യൂണിറ്റിൽ കയറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലിയർ ആയി കിട്ടും. ഇത് പഴയതാണ്, പഴയതെന്ന് പറഞ്ഞാൽ കൊല്ലം കുറേ ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ ഇതിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്കേ ആ എഞ്ചിനിലേക്ക് നമുക്ക് ഇതൊന്ന് ഫിക്സ് ചെയ്യാൻ. അതിൻ്റെ ഒരു ടാങ്ക് പൊട്ടിയിരിക്കുന്നത്. അപ്പോൾ ടാങ്ക് ഇനി മാറ്റിയിട്ട് വേണം നമുക്കിനി കാർബറേറ്റർ പിടിപ്പിക്കാൻ. അപ്പോൾ നമ്മളിത് കാർബറേറ്റർ ഫിറ്റ് ചെയ്തു, നമ്മൾ തന്നെ ടാങ്ക് ഫിറ്റ് ചെയ്തു. ഇതിൻ്റെ ടാങ്ക് പൊട്ടിപ്പോയിരിക്കുന്നു. അപ്പോൾ ഇതേ ടാങ്ക് നമ്മളിത് അഴിച്ചെടുത്തു, ടാങ്ക് മാറ്റി, പിന്നെ കാർബറേറ്റർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെ സംഗതി എല്ലാം സെറ്റായിട്ടുണ്ട്. നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കുമ്പോൾ അപ്പോൾ ആ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി വേണ്ടുന്നുള്ള വീഡിയോകൾ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അടുത്ത നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രവർത്തന മേഖല എന്ന് പറയുന്നത് മെയിനായിട്ടേ ഈ മെഷീൻ്റെ എന്താ പറയുക റിപ്പയറിങ് അല്ലെങ്കിൽ സെയിൽസ് മാത്രമല്ല കേട്ടോ. പുല്ല് വെട്ടൽ, പറമ്പ് കിളയ്ക്കൽ, തെങ്ങിൻതടം തുറക്കൽ, കുഴിയെടുക്കൽ, വാരെടുക്കൽ എന്നീ വേണ്ട എല്ലാ ഈ ട്രാക്ടർ സർവീസ്, അതേപോലെ ഹിറ്റാച്ചി സർവീസ്, ഇതൊക്കെ നമ്മൾ തൃശ്ശൂർ, എറണാകുളം, പാലക്കാട് ജില്ലയിലൊക്കെ നമുക്ക് ഞങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് കാര്യങ്ങൾ. അപ്പോൾ അതായത് ഇപ്പോൾ ഞാനിപ്പോൾ നിലവിൽ നിൽക്കുന്നത് ഇവിടെ അടുത്ത് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഉള്ള കോണത്ത് കുന്നുന്ന ഒരു സ്ഥലത്താണ്. ഇപ്പോൾ ഇവിടെ നിലവിലിപ്പോൾ വാരം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മുടെ മഞ്ഞൾ കൃഷിക്ക് കൊണ്ടുവന്ന വാരങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ എന്തായാലും അപ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യുക. അതായത് കാർബറേറ്റർ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നന്നായിട്ട് നോക്കിയും കണ്ടൊക്കെ ചെയ്യുക. കാര്യം എന്ന് വെച്ചാൽ അത് അഴിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ വളരെ ചെറിയ ചെറിയ സംഗതികളാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നോക്കിയും കണ്ടൊക്കെ ചെയ്യുക. അതായത് ടൂൾസൊക്കെ അത്യാവശ്യമായിട്ടുള്ള ടൂൾസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് എന്താ പറയുക, ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ സമയത്ത് ഇത് തന്നെ നിവൃത്തിയുള്ളൂ, നമുക്ക് തന്നെ ചെയ്യാൻ പറ്റില്ല. കാര്യം കടകൾ കാര്യങ്ങളൊക്കെ തുറക്കൽ കുറവാണ്. തുറന്നാൽ തന്നെ നമുക്ക് കൊണ്ടുപോകാനായിട്ട് എന്താ പറയുക, പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സത്യവാങ്മൂലം, അതുപോലെ തന്നെ പോലീസിൻ്റെ പാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കാരണം നമുക്ക് തന്നെ ചെയ്യാവുന്ന കേസുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.